അതേസമയം അയാൾ തന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. കക്ഷിയുടെ ഭാര്യ സുന്ദരിയായിരിക്കുമല്ലോ. അതെ. ഭാര്യയെ സ്നേഹിക്കുന്നു, പുതിയ സുന്ദരിയെ പ്രേമിക്കുന്നു. ഒരു പുരുഷന്റെ മനസ്സിൽ കുടികൊള്ളുന്ന രണ്ട് സ്ത്രീകൾ. ഇതൊരു ടിപ്പിക്കൽ സീരിയൽ കഥയാണല്ലോ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് എവിടെ ചെന്നെത്തും റോയ്? ഇപ്പോൾ സ്നേഹം മനസ്സിന്റെ അടിത്തട്ടിലാണ്. നാളെ അത് പുറത്തു വരും. വരാതെ നിവർത്തിയില്ലല്ലോ, അല്ലേ? അതിന്റെ ഫലമായി അയാൾ അസ്വസ്ഥനാകും. വീട്ടിലും ജോലിസ്ഥലത്തും അൺകംഫർട്ടബിൾ ആവും. മൊത്തത്തിൽ കാര്യങ്ങൾ കുഴപ്പമാവും. കാരണം എന്തെന്നറിയൂ? എ മാൻ ഇൻ ലവ് ഈസ് റെഡിക്കുലസ് ടു വാച്ച്. എടോ, പ്രേമം തലയ്ക്ക് പിടിച്ച വിദ്വാൻ വട്ടനെ പോലെ പെരുമാറുന്നു. പ്രിയ, ഇതെന്താ? എവിടെ ത്രിമൂർത്തികൾ? നേരത്തെ കിടന്നു. ഷോപ്പിങ്ങിന് പോകുന്നു പറഞ്ഞിരുന്നില്ലല്ലോ. ഇതെന്താ നിരഞ്ജൻ? ഇത് സിബി ബോബി ചക്രമാർക്കുള്ള ഡ്രസ്സാണ്. പുതിയ ഡ്രസ് വേണോന്ന് അവര് പറഞ്ഞിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് പിടിക്ക്. ഇതൊക്കെ എന്റെ ഭാര്യയ്ക്കുള്ളതാ. സാരി, ചുരിദാർ എല്ലാം ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിതുകൊണ്ട് വാങ്ങ്. ഇഷ്ടപ്പെട്ടോന്ന് തുറന്നു നോക്ക്. പിന്നെ നിരഞ്ജൻ സെലക്ട് ചെയ്യുന്ന ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെടാതെ വരുമോ? ഞാൻ സെലക്ട് ചെയ്ത ഒന്നും നന്നാവില്ല. പക്ഷേ എന്തിന് ഇത്രയും വാങ്ങിയെന്ന് പിടി കിട്ടാത്തത്? പറയാം. ഈയിടെയായി എനിക്ക് തന്നോടുള്ള സ്നേഹം ഇത്തിരി കുറഞ്ഞോന്നൊരു സംശയം. അളവിലും തൂക്കത്തിലും കുറവുണ്ടായതായ ഒരു തോന്നൽ. അത് ശരിയല്ലല്ലോ. നിരഞ്ജൻ തോമസ് ഈ പട്ടത്തിക്കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് വന്നത് സ്നേഹം കൊണ്ട് തുലാഭാരം നടത്താനാണ്. അപ്പൊ തോന്നി കുറെ ഡ്രസ്സായിക്കോട്ടെ എന്ന്. കൂട്ടത്തിൽ ചെക്കന്മാർക്ക് കൊടുത്തു. എന്നാലേ അത് മാഷിന്റെ വെറും തോന്നല് മാത്രം. ഈ സ്നേഹത്തിന്റെ മാറ്റ് ഒരല്പമെങ്കിലും കുറഞ്ഞതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനിയോട്ട് തോന്നുകയില്ല. കാരണം എന്താണെന്നറിയോ? എന്താണ്? ഈ നെഞ്ചിനുള്ളിൽ ഒരു ഹൃദയമുള്ളൂ. അവിടെ എനിക്കും കുഞ്ഞുങ്ങൾക്കും മാത്ര സ്ഥാനം. മറ്റെവിടേക്കും ആ സ്നേഹത്തിന്റെ ചാൽ വഴിമാറി ഒഴുകുകയില്ല. ശരിയല്ലേ? അഥവാ മാറി ഒഴുകിയാലോ? പിന്നെ പ്രിയലക്ഷ്മിയില്ല. ചുമ്മാ ഒരു തോന്നല്. അത് പോട്ടെ, ഞങ്ങൾക്കെല്ലാം ഡ്രസ് എടുത്തു. നിരഞ്ജനൊരു ഷർട്ട് പോലും വാങ്ങിയില്ലല്ലോ. അത് തന്നെയും കൊണ്ടുപോയി സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു കാര്യം മറന്നു നിരഞ്ജൻ. ഇത്രയും പർച്ചേസ് ചെയ്തില്ലേ? കൂട്ടത്തിൽ ദേവികയ്ക്ക് ഒരു ജോഡി എടുക്കായിരുന്നു. പ്രാർത്ഥന മോൾക്കും വാങ്ങേണ്ടതായിരുന്നു. അതെന്താ ഓർക്കാത്തത്? അതിപ്പോ ഞാനെന്തിനാ അവർക്ക് ഡ്രസ് വാങ്ങണം? അതിനെന്താ? അവൾക്കിപ്പോ നമ്മളല്ലാതെ ആരോ ഉള്ളത്? ദീപാലക്ഷ്മി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിരഞ്ജൻ വാങ്ങുമായിരുന്നില്ലേ? അതുപോലെയുള്ളൂ.
ആ, ഒരു കാര്യം ചെയ്യാം. ഇതിന്ന് ഒരെണ്ണം ദേവികയ്ക്ക് കൊടുക്കാം. അവക്കായിട്ട് വാങ്ങിയതാന്ന് പറഞ്ഞാ മതി. ദാ. ആ, എന്തിനാ എന്റെ കൈ തരുന്നത്? പ്രിയ തന്നെ കൊടുത്താ മതി. ആയിക്കോട്ടെ. ആ. ഫുഡ് എടുക്കാവേ. ഓ. അതെ, എന്നോട് ഈയിടെയായിട്ട് സ്നേഹം കുറയുന്നുണ്ടോന്ന് സംശയം തോന്നാൻ എന്താ കാരണം? കാരണം കാരണം എന്താ? ഒന്നുമില്ല. ചോദിച്ചെന്നേ ഉള്ളൂ. എ മാൻ ഇൻ ലവ് ഈസ് റെഡിക്കുലസ് ടു വാച്ച്. എടോ, പ്രേമം തലയ്ക്ക് പിടിച്ച വിദ്വാൻ വട്ടനെ പോലെ പെരുമാറുന്നു. എന്നാലും ദേവികെ, ഇത്രയും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഞങ്ങളെ ഒന്ന് അറിയിക്കണം തോന്നിയില്ലല്ലോ നിനക്ക്? അത്രയ്ക്ക് അന്യരായി പോയോ ഞാനും മനു? മനഃപൂർവ്വമല്ല സുജ. ഞാനെങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എന്തൊക്കെ ഉണ്ടായെന്നോ ആരാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നോ ഒന്നും ഓർമ്മയില്ല. ആ, ഇത്രയൊക്കെ ഉള്ളൂ. നീ പിണങ്ങാതെ, ഞാൻ സോറി പറഞ്ഞേക്കാം. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് തന്നെ നിശ്ചയമില്ല. സ്വയം നഷ്ടപ്പെടാന്നൊക്കെ പറയാറില്ലേ, അതേ അവസ്ഥയിലായിരുന്നു ഞാൻ. എന്റെ മാത്രാണെന്ന് കരുതിയിരുന്ന പുരുഷൻ മറ്റൊരു പെണ്ണിന്റെ വീട്ടിൽ അയാളെ കാണാന്ന് വെച്ചാ അയാളുടെ മുന്നിൽ നീ കരഞ്ഞോ? ഇല്ല, മനസ്സ് മരവിച്ച പോലെയായിരുന്നു. കരഞ്ഞ അതെന്റെ തോൽവിയാവില്ലേ? എന്നിട്ടാണോ വണ്ടിയുടെ മുന്നിൽ ചെന്ന് ചാടിയത്? എന്താ മിണ്ടാത്തത്? അപ്പോ അറിഞ്ഞോണ്ട് അപകടം ഉണ്ടാക്കിയതാണല്ലേ? എനിക്കറിയില്ലത് പറയാൻ. കണ്ണില് പെട്ടെന്ന് ഇരുട്ട് കയറിയ പോലെ തോന്നി. പിന്നൊന്നും ഓർമ്മയില്ല. കണ്ണു തുറന്നത് ആശുപത്രിയിലാ. ഓർമ്മയുണ്ടാവണമായിരുന്നു. രാഹുലിനെയല്ല, നിന്റെ മോളെ. അറിഞ്ഞിടത്തോളം ചെറിയൊരു ആക്സിഡന്റിൽ നിന്നല്ല നീ രക്ഷപ്പെട്ടത്. മറിച്ചായിരുന്നെങ്കിലോ? രാഹുലിന് കുറ്റബോധമോ പശ്ചാത്താപമോ ഒക്കെ തോന്നുമായിരിക്കാം. അതും ചിലപ്പോ. പ്രാർത്ഥനയുടെ കാര്യോ? രാഹുൽ മോളെ കൊണ്ടുപോയേക്കാം. അപ്പോഴും വളർത്തുന്നത് ആരായിരിക്കും? ബിന്ദു. നിന്റെ സ്ഥാനത്ത് അവളെ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഒന്നും പറയാനില്ലേ ദേവികയ്ക്ക്? രാഹുൽ മോളെ കൊണ്ടുപോവില്ല. ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കത് മനസ്സിലായി. നിന്നെ കാണാൻ അയാൾ വന്നിരുന്നോ? ഔപചാരികമായൊരു സന്ദർശനം. ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് നടത്തിയതെങ്കിൽ പോലീസ് കേസ് ഉണ്ടാവുമല്ലോ. അപ്പോ രാഹുലിന്റെ പേര് പറയരുതെന്ന് അപേക്ഷിക്കാനാ വന്നത്. വേണമെങ്കിൽ എന്നെ മോളി നോക്കിക്കൊള്ളാൻ പോലും. മനസ്സിലായോ? വേണമെങ്കിൽ. പണവും വാഗ്ദാനം ചെയ്തു. എന്നിട്ട് ഇനി കാണാൻ ശ്രമിക്കരുതെന്ന് മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അതയാള് പ്രതീക്ഷിച്ചു കാണില്ല.
അത് തന്നെ പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു. കുറച്ച് കടന്നാ ഞാൻ സംസാരിച്ചത്. ഹോസ്പിറ്റലാണെന്ന കാര്യവും മറന്നു. ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞപ്പോ കൂളായിട്ട് സ്ഥലം വിട്ടു രാഹുൽ. അതെന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള ഇറങ്ങിപ്പോക്കായിട്ടാ എനിക്ക് തോന്നിയത്. അച്ഛനും അമ്മയും ഞാനാണെന്ന് മോള് പറയാറില്ലേ? ഇനി ഞാനില്ലാതായാലും അവൾ അനാഥയാവില്ല. എന്റെ മോൾക്ക് അമ്മയായി നീ ഉണ്ടാവില്ലേ? ദേവിക, കൂടെ നിൽക്കാൻ അനു ഉണ്ടാവും. പിന്നെ എന്താവശ്യത്തിന് ഓടിയെത്താൻ പ്രിയേച്ചി ഉണ്ടാവും. എന്ന് കരുതി ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് അവളെ വളർത്തണം, പഠിപ്പിക്കണം, ഡോക്ടറാക്കണം. ആളുകള് സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഡോക്ടർ പ്രാർത്ഥനയുടെ അമ്മയായിട്ട് എനിക്ക് ജീവിക്കണം. അവളുടെ സൗഭാഗ്യങ്ങൾ കണ്ടിട്ടേ ഞാൻ കണ്ണടയ്ക്കൂ. പ്രിയന്റെ ഡോക്ടർ എപ്പോഴാ വിളിക്കാ? വെയിറ്റ് ചെയ്യാ. ഞാൻ ഡോക്ടർ VP നീലാംബരനെ ഒന്ന് കാണാൻ വന്നതാ. നമ്മുടെ പ്രോഗ്രാമില്ലേ, അതിൽ പാർട്ടിസിപ്പന്റ് ആയ LNC മാത്യു എന്നൊരു കുട്ടിയുണ്ട്. ആ അതെ, ക്യാൻസർ പേഷ്യന്റാ. അതിന്റെ ഡീറ്റെയിൽസ് ഡോക്ടറോടൊന്ന് ചോദിച്ചറിയണം. അല്ലല്ല, ഫർദർ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ചാനലിന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അറിയാനാ. എന്താ? ആ തീർച്ചയായും ഫൈനൽ എപ്പിസോഡുകളിൽ ഡോക്ടർ നീലാംബരനെ നമ്മൾ പങ്കെടുപ്പിക്കും. ക്യാൻസർ രോഗത്തിന്റെ കാര്യത്തിൽ സ്റ്റേറ്റിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടറല്ലേ അദ്ദേഹം? അതെ അതെ, ഞാനത് എത്തി. ഓക്കെ, താങ്ക് യു. എന്തു പറയുന്നു? എങ്ങനുണ്ട്? ആന്റിക്കിപ്പോ ക്ഷീണമൊന്നുമില്ല. പ്രാർത്ഥന കുട്ടിക്കോ? ഓക്കെയാണ്, എന്നാലും ഇടയ്ക്ക് ഉറക്കം വരും. അതെന്താ ഡോക്ടർ അങ്കിൾ? മോൾക്ക് മരുന്ന് തരാം, വന്നേ ഞാനൊന്ന് നോക്കട്ടെ. മോള് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. പ്രിയജി, പ്രിയജി, അമ്മേ, എന്താ പ്രിയജി ഇവിടെ? അത് ഞാൻ ദേവിക എന്താ ഇവിടെ? പുതിയ പ്രോഗ്രാമിന്റെ കുറച്ച് ഡാറ്റാസ് എടുക്കണായിരുന്നു. ഓ, അമ്മേ എന്നെ ഡോക്ടർ പരിശോധിച്ചു.
പ്രിയേച്ചി എന്നെ നോക്കിയപ്പോ ഡോക്ടർ വെറുതെ ഇവളെ മോള് വണ്ടി കയറിയിരുന്നു. ചെലെ ദേവിക വാ. എന്താ പ്രിയേച്ചി കാര്യം? എന്തിനാ ഡോക്ടർ അടുത്ത് വന്നത്? ഡോക്ടർ നീലാംബരനെ കാണാൻ ഏത് രോഗമുള്ളവരെ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. വെറും ഒരു ഫിസിഷ്യൻ അല്ല അദ്ദേഹം. ഡോക്ടർ പ്രാർത്ഥനയെ പരിശോധിച്ചു എന്ന് അവള് പറഞ്ഞു. ദേവിക ടെൻസ്ഡ് ആവണ്ട. എങ്ങനെ ടെൻഷൻ ഉണ്ടാവാതിരിക്കും? പ്രിയേച്ചി, ഞാൻ പറയാം. ഡോക്ടർ നീലാംബരനോട് ഇതേപ്പറ്റി ഒന്നും ചോദിക്കണ്ട. കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിരഞ്ജനോട് ഒന്നും സൂചിപ്പിക്കരുത്. അറിയിച്ചിട്ടില്ല ഞാൻ. ചോദിക്കില്ല എന്ന വാക്കത. അത് എനിക്ക് വേണ്ടിയ ഡോക്ടർ നീലാംബരനെ കണ്ടത്. എന്തിന്? കാണേണ്ടി വന്നു. എന്താന്ന് പറയേ? സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു സംശയം. ബ്രെയിനിൽ എവിടെയോ ആണ്. ചെറിയൊരു സിസ്റ്റ് പോലെ. പ്രിയേച്ചി, പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ക്യൂർ ആവുന്ന ഡോക്ടർ പറഞ്ഞത്. വെരി ബിഗിനിങ് സ്റ്റേജ് ആണ്. എന്നാലും നിരഞ്ജൻ സാറിനെ പോലെ അറിയിക്കാതെ. അതിനു വേണ്ടിയൊന്നും ഇല്ലെന്നേ. ഇതാ ഞാൻ ഒരാളോടും പറയാതിരുന്നത്. വെറുതെ ടെൻഷൻ ഉണ്ടാക്കാൻ. കുറച്ചുനാൾ മരുന്ന് കഴിക്കുമ്പോ കംപ്ലീറ്റ് മാറും. പക്ഷെ കാണുന്നത് ഡോക്ടർ നീലാംബരനെയാണ്. ശരിയാ, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ദേവിക, ദേവിക പ്ലീസ്, ദേവികയായിട്ട് ഇതൊരു ഇഷ്യൂ ആക്കരുതേ. ഡോക്ടറോടൊന്നും ചോദിക്കാൻ വേണ്ട കേട്ടോ. ഏയ്, ഒന്നുമില്ലെന്നേ. ദേ, ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും മോൾ അങ്കിളിനോട് പറയണ്ട കേട്ടോ. അതെന്താ? പറയണ്ട, അത്ര തന്നെ. പറയുന്നില്ല. വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? മോളെ, ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ആന്റി ഉണ്ടാക്കി തരാം കേട്ടോ. വാ. അമ്മേ, ഞാൻ ഡ്രസ് മാറി വരുമ്പോഴത്തേക്കും ചായ റെഡി ആയിരിക്കണേ. നല്ല വിശപ്പ്. ചെല്ല്. എവിടെ പോയിരുന്നോന്ന് സാറ് ചോദിക്കില്ലേ? അതിന് നിരഞ്ജൻ അറിയുന്നില്ലല്ലോ ഞാൻ പോയ കാര്യം. ചേച്ചി കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്, ഞാൻ ചായ ഉണ്ടാക്കാം. എനിക്ക് ക്ഷീണം തോന്നുന്നില്ല. നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഏത് നേരവും ഓർക്കാതിരിക്കുക. അതാണ് ചികിത്സയുടെ ആദ്യ പടി. രോഗമില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. എന്നാ മരുന്നുകൾ കഴിക്കാൻ വേണം. ഞാനിപ്പോ ഒരു രോഗത്തിന്റെ ഇനിഷ്യൽ സ്റ്റേജിലാ. ഐ വിൽ ഓവർകം. വിശ്വാസമുണ്ട് എനിക്ക്. എന്നാലും ഒറ്റയ്ക്ക് ഈ സങ്കടം എങ്ങനെ താങ്ങാൻ പറ്റുന്നു? പല സങ്കടങ്ങളും ഒറ്റയ്ക്ക് താങ്ങുന്നവരാണ് നമ്മൾ അമ്മമാർ.
സാറിനെ പോലും അറിയിക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാ അതൊരു ധർമ്മസങ്കടമാണ്. അറിയേണ്ടവരെ അറിയിക്കാതിരിക്കുക. വേറെ നിവൃത്തിയില്ലാതെ വന്ന പിന്നെന്താ ചെയ്യാ? പിന്നൊരു കാര്യമുണ്ട് ദേവിക, ഒരു രോഗിയുടെ ശത്രു പലപ്പോഴും രോഗമല്ല. എന്താന്നറിയോ? സഹതാപം. അതൊക്കെ പോട്ടെ, വന്നേ. ദേവികയ്ക്ക് തരാൻ ഞാനൊരു സാധനം എടുത്ത് വച്ചിട്ടുണ്ട്. എനിക്കോ? അതെന്താ? വാ പറയാം. ഒരു ചുരിദാറാ. ഇവിടെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോ ഒരെണ്ണം ദേവികയ്ക്ക് വാങ്ങി. അയ്യോ ചേച്ചി. അയ്യോ ചേച്ചിയല്ല, പ്രിയ ചേച്ചി. ഇഷ്ടാവോന്ന് നോക്ക്, ഇല്ലെങ്കിൽ മാറ്റിയെടുക്കാം. നിരഞ്ജൻ സാറിന്റെ സെലക്ഷൻ ആണേ. വാ. ഇവിടെയാണല്ലോ വച്ചത്. കാണുന്നില്ലല്ലോ. എവിടെ പോയത്? Yeah.